അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഖ്തസർ 77, പേജ് നമ്പർ 112. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി. അപ്പോൾ പറഞ്ഞു വന്നത് കുല്ലു ഇൻസാനി ലം യക്കും കുല്ലു ഇൻസാനി. ഇതാണ് നമ്മുടെ ചർച്ച. കുല്ലു ഇൻസാനി ലം യക്കും എന്നതിൻ്റെ മഅന ഇൻസാനിൽ നിന്ന് ഒരാളും നിന്നിട്ടില്ല എന്നതാണ്. എന്തുകൊണ്ട് ആ മഅന അവിടെ വന്നു? കുല്ലു ഇൻസാനിൽ ലം യക്കും എന്നത് ഒരാളും നിന്നിട്ടില്ല, അതായത് ഉമൂമു സെൽബിന് ആണ്. സെൽബിൽ കുല്ലിയായ സെൽബിനാണ്. ഒരാളും നിന്നിട്ടില്ല എന്ന് പറഞ്ഞത് സെൽബുൽ കുല്ലിയാണ്. കുല്ലിയായ സെൽബ് ഉമൂമു സെൽബിനാണ്. എന്തുകൊണ്ട് അത് ഉമൂമു സെൽബിനായി? കുല്ല് കടക്കുന്നതിൻ്റെ മുമ്പ് ഇൻസാനു ലം യക്കും എന്നത് സെൽബുൽ ഉമൂമിനാണ്. എന്ന് പറഞ്ഞാൽ ജുംലത്തുൽ അഫ്റാദിനെ തൊട്ട് ഹുക്മിനെ നഫീ ചെയ്യുക. കുല്ല് കടന്നിട്ട് സെൽബുൽ ഉമൂമിന് തന്നെ ആയാൽ കുല്ല് തൈക്കീദാകും. അതുകൊണ്ട് കുല്ല് കടന്നാൽ ഉമൂമു സെൽബിനാണ്, കുല്ലിൻ്റെ മുമ്പ് സെൽബുൽ ഉമൂമിനാണ്. ഒന്നാമത്തെ സ്ഥലത്ത് അതാണ് പറഞ്ഞത്. ഇൻസാനുൽ ലം യക്കും മഹ്മൂലു മഅദൂലത്തായ മൂജബ മുഹമ്മലയാണ്. അത് സാലിബ ജുസ്ഇന്റെ ഖുവ്വത്തിലാണ്. സാലിബ ജുസ്ഇ ജുംലനെ തൊട്ട് ഹുക്മിനെ നഫീ ചെയ്യലിനെയാണ് ലാസിമാക്കുക. അതുകൊണ്ട് കുല്ല് കടക്കുമ്പോൾ എന്തായി? മുഹമ്മല എന്ന സ്വഭാവത്തിൽ നിന്നത് പോയല്ലോ. മുഹമ്മല എന്ന സ്വഭാവത്തിൽ നിന്നത് പോയിട്ട് ഒരു കുല്ലിയത്തായ ഒരു ഹുക്മിനെയാണ് അവിടെ ഫായിദ. അതായത് കുല്ലു ഇൻസാനിൽ ലം യക്കും, ഇൻസാനിൽ നിന്ന് ഒരാളും നിന്നിട്ടില്ല. കുല്ല് കടക്കുമ്പോൾ ജുംലത്തുൽ അഫ്റാദിനെ തൊട്ട് ഹുക്മിനെ നഫീ ചെയ്യുക എന്ന കുല്ല് കടക്കുന്നതിൻ്റെ മുമ്പുള്ള മഅന തന്നെ വെക്കുകയാണെങ്കിൽ കുല്ലു തൈക്കീദാവും, തൈസീസാകുകയില്ല. അതുകൊണ്ട് കുല്ലു ഇൻസാനിൽ ലം യക്കും എന്നത് ഉമൂമു സെൽബിനാണ്. ഇൻസാനുൽ ലം യക്കും എന്നതോ സെൽബുൽ ഉമൂമിനുമാണ്. ഇനി പിന്തിയ സ്ഥലത്ത് ലം യക്കും കുല്ലു ഇൻസാനിൻ, കുല്ലു കൊണ്ട് സൂറു കൊടുക്കപ്പെട്ട മുസ്നദിലേഹി പിന്തിയ സ്ഥലത്ത് അത് സെൽബുൽ ഉമൂമിനാണ്. എന്ന് പറഞ്ഞാൽ ഇൻസാനിൽ ലം യക്കും എന്നതിൻ്റെ മഅനയാണ് കുല്ലില്ലാതെ മുസ്നദിലേഹി മുന്തിയ സ്ഥലത്ത് സെൽബുൽ ഉമൂമിനാണല്ലോ. അതേ മഅന തന്നെയാണ് ലം യക്കും കുല്ലു ഇൻസാനിൻ, സെൽബുൽ ഉമൂമിനാണ്. എന്തുകൊണ്ട്? കുല്ല് കടക്കുന്നതിൻ്റെ മുമ്പുള്ള ലം യക്കും ഇൻസാനുൻ എന്നുള്ളത് അത് ഏതാണ്? അത് സാലിബ മുഹമ്മലയാണ്. സാലിബ മുഹമ്മല ഇവിടെ പറഞ്ഞ ഈ സാലിബ മുഹമ്മല നഫിന്റെ സിയാക്കിൽ വന്ന നക്രയായ നിലയിൽ മുസ്നദ് ഇലൈഹി വന്ന ഈ സ്ഥലത്തുള്ള ലം യക്കും ഇൻസാനും പോലത്തെ സാലിബ മുഹമ്മല അത് സാലിബ കുല്ലിയത്തിന്റെ ഖുവ്വത്തിലാണ്. അതുകൊണ്ട് ലം യക്കും ഇൻസാനിന്റെ മഅന എന്താണ്? ഒരൊറ്റ ഇൻസാനും നിന്നിട്ടില്ല. അപ്പോൾ കുല്ലു ഇൻസാനിൽ ലം യക്കും എന്നതിൻ്റെ അർത്ഥവും മഅനയും ലം യക്കും ഇൻസാനും എന്നതിൻ്റെ മഅനയും ഒന്ന് തന്നെ. എന്നിട്ട് കുല്ല് കടന്നിട്ട് ലം യക്കും കുല്ലു ഇൻസാനിൻ എന്നത് എന്ന തർക്കീബിൻ്റെ മഅന ലം യക്കും ഇൻസാനുൻ എന്നതിൻ്റെ മഅന ഉമൂമു സൽമാനെന്നാണല്ലോ പറഞ്ഞത്. അതേ മഅന തന്നെ ലം യക്കും കുല്ലു ഇൻസാനിലും വെച്ചാൽ കുല്ലു തൈക്കീദാകും എന്ന് പറഞ്ഞു. അതിന് മുസന്നിഫ് ഒരു മൻഅ് കൊണ്ടുവന്നു. ആ മൻഅ് എന്താണ്? ഇൻസാനുൽ ലം യക്കും എന്നതും
കുല്ലു ഇൻസാനിൻ ലം യക്കും എന്നതും ഒന്നാമത്തെ സൂറത്തിൽ അവിടെ ഇൻസാനിൽ ലം യക്കും എന്ന സ്ഥലത്ത് സെൽബുൽ ഉമൂമിനാണെന്ന് പറഞ്ഞു. അതേ മാന തന്നെ കുല്ലു ഇൻസാനിൽ ലം യക്കും എന്നതിൽ അതേ മാന തന്നെ കുല്ലു ഇൻസാനിൽ ലം യക്കും ഇഫാദത്ത് ചെയ്യുകയാണെങ്കിൽ കുല്ലു തൈക്കീദാഹൂലാന്നാ മുസന്നിഫ് പറഞ്ഞത്. കാരണം ഇൻസാനിൽ ലം യക്കും എന്നതിൽ സെൽബുൽ ഉമൂമിനെ ഇഫാദത്ത് ചെയ്തത് ലം യക്കും എന്നതിനെ ഇൻസാനിലേക്കുള്ള ഇസ്നാദാണ്. കുല്ലു ഇൻസാനിൽ ലം യക്കും എന്നതിൽ അതേ മാന ഇഫാദത്ത് ചെയ്യുന്നത് കുല്ലിലേക്കുള്ള ഇസ്നാദാണ്. അപ്പോൾ ജുംലത്തുൽ അഫ്റാദ് കുല്ലു ഇൻസാനിൽ ലം യക്കും എന്നതിൽ ജുംലത്തുൽ അഫ്റാദിനെ തൊട്ട് ഹുക്മിനെ നഫീ ചെയ്യലിനെ ഇഫാദത്ത് ചെയ്യുകയാണെങ്കിലും കുല്ല് തൈക്കീദാവുകയില്ല, തൈസീസിയാവുകയുള്ളൂ. കാരണം രണ്ടും രണ്ട് ഇസ്നാദാണ്, രണ്ട് തർക്കീബുമാണ്. ഒരേ ഇസ്നാദിലും ഒരേ തർക്കീബിലും എന്താണ് തൈക്കീദുണ്ടാവുകയുള്ളൂ. കാരണം ഒരു ഇസ്നാദിൽ ഒരു തർക്കീബിൽ കുല്ലിന്റെ മുമ്പുള്ള ഒരു ഷൈഇ ഇഫാദത്ത് ചെയ്തതിനെ കുല്ല് ശക്തിപ്പെടുത്തുമ്പോഴേ കുല്ല് എന്താവുള്ളൂ, തൈക്കീദാവുകയുള്ളൂ. ഇവിടെ കുല്ലു ഇൻസാനിൽ ലം യക്കും എന്നതിൽ ജുംലത്തുൽ അഫ്റാദിനെ തൊട്ട് ഹുക്മിനെ നഫീ ചെയ്യലിനെ ഇഫാദത്ത് ചെയ്യുകയാണെങ്കിൽ ആ മാന ആദ്യം ഇല്ലാത്തതാണ്. ആദ്യം ഉണ്ടായിരുന്ന മാന കുല്ല് കടക്കുന്നതിന് മുമ്പുള്ള മാനയാണ്. ആ മാന ലഭിച്ചത് ഈ ലം യക്കും എന്നതിനെ ഇൻസാനിലേക്കുള്ള ഇസ്നാദാണ്. ഇപ്പോൾ കുല്ലിലേക്കുള്ള ഇസ്നാദായതുകൊണ്ട് ഇസ്നാദ് രണ്ടായതുകൊണ്ട് കുല്ലിന്റെ മുമ്പുള്ള മാന കുല്ല് കടന്നതിന്റെ ശേഷവും ഇഫാദത്ത് ചെയ്യുകയാണെങ്കിൽ തൈക്കീദാവുകയില്ല. അതുപോലെ തന്നെ ലം യക്കും ഇൻസാനും എന്നുള്ളോടത്ത് ഉമൂമു സൽബിനാണല്ലോ, കുല്ലു ഫർദിനെ തൊട്ട് ഹുക്മിനെ നഫീ ചെയ്യാനാണ്. ആ മാന തന്നെ ലം യക്കും കുല്ലു ഇൻസാനിലും വെച്ചാൽ, അതായത് ആ സെൽബുൽ കുല്ലിയിന് നമ്മൾ വെക്കുകയാണെങ്കിൽ അവിടെയും കുല്ലെന്താവൂല, തൈക്കീദാവൂല. കാരണം ഇവിടെ കുല്ലിലേക്കുള്ള ഇസ്നാദാണ്, അവിടെ ഇൻസാനിലേക്കാണ് ഇസ്നാദ് എന്നാണ് ഒരു മൻ കൊണ്ടുവന്നത് മുസന്നിഫ്. പക്ഷെ ആ മൻ ആവണമെങ്കിൽ ഇസ്തിലാഹിയായ തൈക്കീദ് ഉദ്ദേശിച്ചെങ്കിലേ അത് ശരിയാവുകയുള്ളൂ. കാരണം ഇസ്തിലാഹിയ തൈക്കീദ് എന്ന് പറഞ്ഞെന്താ, ഒരു തർക്കീബിൽ കുല്ലിന്റെ മുമ്പുള്ള കുല്ലിനെ കൂടാതെ ഒരു മാന ലഭിക്കുകയും ആ മാനയെ കുല്ല് ശക്തിപ്പെടുത്തുകയും ചെയ്യണം. ഇവിടെ രണ്ട് ഇസ്നാദാണ്, അതാണ് മുസന്നിഫ് പറഞ്ഞിട്ടുള്ളത്. മുസന്നിഫിന്റെ മൻ ശരിയാകണമെങ്കിൽ ഇസ്തിലാഹിയ തൈക്കീദ് ഉദ്ദേശിക്കണം. ഇസ്തിലാഹ തൈക്കീദ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കലിമത്തിൽ ഒരു തർക്കീബിൽ കുല്ല് കൂടാതെ ഇഫാദത്ത് ചെയ്ത മാനയെ കുല്ലെന്താവണം, തൈക്കീദ് ചെയ്യണം. ഇതുപോലെ ജാലിൽ കൗമു കുല്ലുവും, കൗമ് ഇഫാദത്ത് ചെയ്ത മാനയെ കുല്ല് ഒന്ന് കട്ടികൂട്ടുകയാണ്. അത് ഒരു തർക്കീബാണ്. കൗമ് വന്നു എന്നുള്ള ആഹിറെന്താ, എല്ലാ കൗമും വന്നു തന്നെയാണ്. അത് കുല്ലെന്തായി ഒന്ന് ശക്തിപ്പെടുത്തി ഒരേ കലിമത്തിലാണ്. ഇവിടെ അങ്ങനെയല്ല, രണ്ട് ഇസ്നാദാണെന്നാണ് മുസന്നിഫ് പറഞ്ഞത്. അതിന് ആ രണ്ട് ഇസ്നാദിൽ ആണ് ലക്ഷ്യമെങ്കിൽ, രണ്ട് ഇസ്നാദായതുകൊണ്ട് തൈക്കീദ് ആവുകയില്ല എന്ന് മുസന്നിഫ് പറഞ്ഞത് ശരിയാവണമെങ്കിൽ ഇസ്തിലാഹിയായ തൈക്കീദ് ഉദ്ദേശിക്കണം, എന്നാലേ ശരിയാവുകയുള്ളൂ. നാടൻ തൈക്കീദാണ് ലക്ഷ്യമെങ്കിൽ, നാടൻ തൈക്കീദ് എന്ന് പറഞ്ഞാൽ എന്താണ്, കുല്ല് കടക്കുന്നതിൻ്റെ മുമ്പുള്ള മാനയെ കുല്ല് കടന്നതിൻ്റെ ശേഷവും ഉണ്ട്. അത് ഒരു ഇസ്നാദിലാവട്ടെ രണ്ട് ഇസ്നാദിലാവട്ടെ, അപ്പോൾ ഈ മന്ന് മുന്തഫിയായി പോകും എന്ന് പറഞ്ഞു. ഇനി അത് മുന്തഫി ആയാലും മറ്റൊരു വിഷയം വരും എന്നാണ് മുസന്നിഫ് പറയുന്നത്. അതിൻ്റെ മുമ്പ് അല്ലെങ്കിൽ തന്നെ മുസന്നിഫിന്റെ ഈ മന്, ഇപ്പോൾ പറഞ്ഞ മന് ശരിയല്ല. കാരണം ഖായിലിന്റെ ദഅവ തന്നെ രണ്ട് സ്ഥലത്തും ഇസ്നാദ് ഒന്നാണ് എന്നാ. കാരണം എന്താണ്, കുല്ലുകൊണ്ട് സൂറ് കൊടുക്കപ്പെട്ട മുസ്നദ് ഇലൈഹിയെ മുന്തിക്കുമെന്നാണ് ഖായിലിന്റെ ദഅവ. എന്ന് പറഞ്ഞാൽ ഇൻസാനിൽ ലം യക്കും എന്ന സ്ഥലത്തും കുല്ലു ഇൻസാനിൽ ലം യക്കും എന്ന രണ്ട് തർക്കീബിലും ഇസ്നാദ് ഇൻസാനിലേക്ക് തന്നെയാണ്. മനാത്തിക്കത്തിന്റെ
കായിദ അനുസരിച്ചാണ് ഇവിടെ ഈ കായിലിൻ്റെ ദഅവ ഉള്ളത്. അതിന് മുസന്നിഫ് മറുപടി നെഹ്ദിങ്ങളുടെ ഇസ്ലാഹ് പ്രകാരമാണ് മൻഉ കൊണ്ടുവന്നത്. അതേ മനാത്തിക്കത്തിന്റെ അതേ നാണയത്തിലല്ല ഈ മൻഉ ഇവിടെ കൊണ്ടുവന്നത്. ആ നിലക്കും ഈ മൻഉ മുന്തഫിയാണ്. ഏതായാലും ആവട്ടെ, മറ്റൊരു പ്രശ്നം. അപ്പോ ഫന്തിഫാഉൽ മന്നി ലാഹിറുൻ എന്ന് പറഞ്ഞു. വഹീനഹിദിൻ, ആ സമയത്ത് മുസന്നിഫ് ഈ പറഞ്ഞ മൻഉ മുന്തഫി ആവുകയാണെങ്കിൽ, അത് മുന്തഫി ആകുന്നത് എങ്ങനെയാണ്? ഷാരിഹി പറഞ്ഞനുസരിച്ച് ഇസ്തിലാഹി ആ തേക്കീത് ഉദ്ദേശിക്കാതിരിക്കാം. തേക്കീത് കൊണ്ട് എന്താ ഉദ്ദേശിച്ചത് കണ്ടില്ലേ? അമ്മാലോ ഉരീദ ബിദാലിക, തേക്കീത് കൊണ്ട് ഉദ്ദേശിച്ചാൽ അന്തകൂന കുല്ലുൻ, കുല്ലാവുക ലി ഇഫാദത്തി മഅനൻ കാന ഹാസിലൻ ബിദൂനിഹി, കുല്ലു കൂടാതെ ഹാസിലായ ഒരു മഅനയെ ഇഫാദത്ത് ചെയ്യലിനെയാണ് കുല്ലുകൊണ്ട് ഉദ്ദേശം, ഈ തൈക്കീത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അന്തുക്കൂന കുല്ലും കുല്ലാവല്ല ലി ഇഫാദത്തി മഅനൻ, ഒരു മഅനയെ ഇഫാദത്ത് ചെയ്യാൻ വേണ്ടി കുല്ലാവലിനെയാണ് ഉദ്ദേശിച്ചത്. ആ മഅന കുല്ല് കടക്കുന്നതിന് മുമ്പുണ്ട് എന്ന് പറഞ്ഞു. ഫന്തിഫാഉൽ മന്നി ലാഹിറുൻ, അപ്പോൾ മൻഉ മുന്തഫി ആവുക എന്ന കാര്യം ലാഹിറാണ്. പക്ഷേ വഹീന ഇതിൻ, ഒന്നാമത്തെ മൻഉ മുന്തഫി ആയാലും ആവുന്ന നേരത്ത് യതവജ്ജഹു, നേരിട്ട് വരും, ഒരു വിഷയം നേരിട്ട് വരും, മറ്റൊരു മൻഉ നേരിട്ട് വരും. അഷാറ ഇലൈഹി, അതിലേക്ക് ഇഷാറത്ത് ചെയ്തു ബിഖൗലിഹി, മുസന്നിഫിന്റെ ഖൗലുകൊണ്ട്. എന്താണ്? വലി അന്ന സൂറത്ത സാനിയത്ത, രണ്ടാമത്തെ സൂറത്ത്, യൈനി അസ്സാലിബത്തൽ മുഹ്മലത്ത, സാലിബത്തുൽ മുഹ്മലത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. നെഹ്വു ലം യക്കും ഇൻസാനുൻ, ലം യക്കും ഇൻസാനുൻ പോലെ, ഇതാണല്ലോ സാലിബ മുഹമ്മല. ഇവിടെ നമ്മുടെ കായിൽ പറഞ്ഞ എന്താണ്? ഈ ലം യക്കും ഇൻസാനും സാലിബ കുല്ലിയുടെ കുവ്വത്തിലാണ് എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ കുല്ലു ഫർദൻ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യലിനെ ഇഫാദത്ത് ചെയ്യും. അതുകൊണ്ട് ലം യക്കും ഇൻസാനും എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഇൻസാനും നിന്നിട്ടില്ല എന്നാണ്. കാരണം അത് സാലിബ കുല്ലിയുടെ കുവ്വത്തിലാണ്, സാലിബ മുഹമ്മലയാണ്. ഈ സാലിബ മുഹമ്മല സാലിബ കുല്ലിയത്തിന്റെ കുവ്വത്തിലുമാണെന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ ലം യക്കും ഇൻസാനാകുന്നത് ഇതാ അഫാദത്ത്, അത് ഇഫാദത്ത് ചെയ്യുകയാണെങ്കിൽ അന്നഫിയ അൻ കുല്ലി ഫർദിൻ, കുല്ലു ഫർദിനെ തൊട്ട് നഫിനെ ഇഫാദത്ത് ചെയ്യുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ലം യക്കും ഇൻസാനുന്റെ മാന എന്തായി? ഒരാളും നിന്നിട്ടില്ല എന്നായി. ഒരൊറ്റ ഇൻസാനും നിന്നിട്ടില്ല എന്നാണ് വെക്കുന്നതെങ്കിൽ ഫഖദ് അഫാദത്തിൻ നഫിയ, അപ്പോൾ ആ രണ്ടാം സൂറത്ത് ഇഫാദത്ത് ചെയ്തു. അനിൽ ജുംലത്തി അൻ നഫിയ അനിൽ ജുംലത്തി, ജുംലനെ തൊട്ട് നഫി ചെയ്യലിനെ അത് ഇഫാദത്ത് ചെയ്തു എന്നാണ്. എന്ന് പറഞ്ഞാൽ ലം യക്കും ഇൻസാനുൻ, ഒരു ഇൻസാനും നിന്നിട്ടില്ല. ഒരു ഇൻസാനും നിന്നിട്ടില്ല എന്നത് അത് കുല്ലു ഫർദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യലിനെയാണ് ഫായിദപ്പിച്ചത്. അപ്പോൾ എന്തുവരും? ഒറ്റ ഇൻസാൻ നിന്നിട്ടില്ല എന്ന മായന അവിടെ അതിൽ ദാഖിലായിട്ടുണ്ട്. അതിന് ആ മായനയെ അത് ലാസിമാക്കും എന്നാ പറഞ്ഞത്. കാരണം ജുംലത്തുൽ അഫ്റാദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യുക, അതിന് രണ്ട് ഫർദുകളാണുള്ളത്. ഒന്ന് കുല്ലു ഫർദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യലും, ഒന്ന് ബഅദുൽ അഫ്റാദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യലും. അപ്പോൾ കുല്ലു ഫർദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യുക എന്ന ഖാസായ മായന അവിടെ ഉണ്ടാകുമ്പോൾ ആമായ മായന ഏതായാലും ഉണ്ടാകും. ഇൻസാനുള്ളോടത്ത് ഹൈവാനുണ്ട് എന്നാണല്ലോ. ഈ ഇതാ കാണാതെ ഷെയ്യു ഇൻസാനൻ ഖാന ഹൈവാനൻ. അപ്പോൾ കുല്ലു ഫർദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യലിനെ ഇഫാദത്ത് ചെയ്താൽ ജുംലത്തുൽ അഫ്റാദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യലിനെ അത് ഇഫാദത്ത് ചെയ്തു എന്നാണ്. അപ്പോൾ എന്തായി? എന്ത് വന്നു? ഇപ്പോൾ സാലിബ മുഹമ്മലയായ കുല്ലില്ലാത്ത ലം യക്കും ഇൻസാനുൻ എന്നതിൽ രണ്ട് മഅനയുണ്ട്. ഒന്ന് മുത്താബക്കിയായ മഅനയാണ്, ഒന്ന് ഇൽത്തിസാമിയായ മഅനയുമാണ്. മുത്താബക്കിയായ മഅന
കുല്ലു ഫർദിനെ തൊട്ട് ഹുക്മിനെ നഫി. ഇൽത്തിസാമിയായ മായന ജുംലത്തുൽ അഫ്റാദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യുക എന്നതാണ്. മനസ്സിലായില്ലേ? അപ്പൊ രണ്ടു മായനയും അവിടെ ഉണ്ട്. എന്നിട്ട് പറയട്ടെ, ഫൈദാ ഹുമിലത്തു കുല്ലുൻ, കുല്ലിനെ ചുമത്തപ്പെട്ടാൽ, അലസാനി, സാനിയുടെ മേൽ ചുമത്തപ്പെട്ടാൽ, ഇപ്പോൾ പറഞ്ഞ രണ്ടാം മായന, അതായത് ജുംലത്തുൽ അഫ്റാദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യുന്ന ആ മായന, അതായത് ഇൽത്തിസാമിയായ ദലാലത്ത് കൊണ്ട് കിട്ടിയതായ മായന എന്ന് വെക്കണം. ആദ്യത്തെ മായന മുത്താബക്കിയായ ദലാലത്ത് കൊണ്ട് കിട്ടിയതാണ്. അതെ, സാനിയുടെ മേൽ ഹംല് ചെയ്താൽ ഐ അല ഇഫാദത്തിൻ നഫി അൻ ജുംലത്തിൽ അഫ്റാദി, ജുംലത്തുൽ അഫ്റാദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യലിനെ ഇഫാദത്ത് ചെയ്യലിന്റെ മേൽ ചുമത്തപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ, ലം യക്കും ഇൻസാനുൻ എന്നതിന്റെ മാന കുല്ലു ഫർദിനെ തൊട്ട് ഹുക്മിനെ നഫി. അപ്പൊ ആ മായനയിൽ ഏത് മായന ഉണ്ട്? ജുംലത്തുൽ അഫ്റാദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യലും ഉണ്ട്. കായിലിന്റെ കായിലെന്താ പറഞ്ഞത്? ലം യക്കും ഇൻസാനും കുല്ലു ഫർദിനെ തൊട്ട് ഹുക്മിനെ നഫിയാണ്. ലം യക്കും കുല്ലു ഇൻസാനി ജുംലത്തുൽ അഫ്റാദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യാനാണ്. എങ്കിലേ തൈസീസാവുള്ളൂ എന്നല്ലേ? പക്ഷേ തൈസീസാവൂല. ജുംലത്തുൽ അഫ്റാദ് വെച്ചാലും കുല്ല് കടന്നതിന് ശേഷം ജുംലത്തുൽ അഫ്റാദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യലിനെയാണ് ഇഫാദത്ത് ചെയ്യുന്നതെങ്കിൽ ആ മായനയും ആദ്യം ഉണ്ട്, കുല്ല് കടക്കുന്നതിന് മുമ്പുണ്ട്. അപ്പോൾ കുല്ല് കടക്കുന്നതിന് മുമ്പ് രണ്ട് മായനയുണ്ട്. കുല്ല് കടന്നപ്പോൾ ഒരു മായനയായി. ഏത് മായന വെച്ചാലും തൈക്കീതാകും. അതാ പറയുന്നത്. ഫൈദാ ഹുമിലത്തു കുല്ലും, കുല്ലിനെ ഹംല് ചെയ്യപ്പെട്ടാൽ, ഈ കായില് പറഞ്ഞതുപോലെ, കായിലിപ്പോ രണ്ടാം മായനയുടെ മേലാണല്ലോ ഹംല് ചെയ്തത്, തൈക്കീതാവാതിരിക്കാൻ വേണ്ടി. ഫൈദാ ഹുമിലത്തു കുല്ലും, കുല്ലിനെ ഹംല് ചെയ്യപ്പെട്ടാൽ അലസാനി, രണ്ടാം മായനയുടെ മേൽ, ആ ഇൽത്തിസാമിയായ മായനയുടെ മേൽ, അലസാനി ഐ അല ഇഫാദത്തിൻ നഫി, നഫിയെ ഇഫാദത്ത് ചെയ്യലിന്റെ മേൽ, അൻ ജുംലത്തുൽ അഫ്റാദി, ജുംലത്തുൽ അഫ്റാദിനെ തൊട്ട് എന്താണ് ഹുക്മിനെ നഫി ചെയ്യലിനെ ഫായിദ വെപ്പിക്കലിന്റെ മേൽ. എന്തിനു വേണ്ടി? ഹത്തായക്കൂന മായന ലം യക്കും കുല്ലു ഇൻസാനിൻ, ലം യക്കും കുല്ലു ഇൻസാനിൻ എന്നതിന്റെ മായന ആവാൻ വേണ്ടി. എന്താവാൻ? നഫിയൽ ഖിയാമി അനിൽ ജുംലത്തി, ജുംലനെ തൊട്ട് ഖിയാമിനെ നഫി ചെയ്യൽ ആവാൻ വേണ്ടി. കായില് പറഞ്ഞതുപോലെ, ലാ അൻ കുല്ലി ഫർദിൻ, കുല്ലു ഫർദിനെ തൊട്ടല്ല. പിന്നെന്താണ്? ജുംലത്തുൽ അഫ്റാദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യാനാണ്. കായിൽ അങ്ങനെ പറഞ്ഞത് തൈക്കീതാവാതിരിക്കാൻ വേണ്ടി. പക്ഷേ ഈ മാന വെച്ചാൽ, ഏത് മാന? ലം യക്കും കുല്ലു ഇൻസാനിൻ എന്നതിന്റെ മാന ജുംലത്തുൽ അഫ്റാദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യലാണ് മായനയെങ്കിൽ കുല്ലിനെ അത് അങ്ങനെ ഹംല് ചെയ്തു. എന്നാലും ലാ തകൂനു കുല്ലുൻ കുല്ലാവൂല തഇസീസാവുകയില്ല. കാരണം എന്താണ്? ജുംലത്തുൽ അഫ്റാദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യല് കുല്ല് കടക്കുന്നതിന് മുമ്പേ തന്നെ ഉണ്ട്. അപ്പോൾ കുല്ല് കടന്നാൽ അത് തൈക്കീതല്ലാവുള്ളൂ. കുല്ലിനെ കൂടാതെ ഉള്ളൊരു മായനയെ കുല്ല് കടന്നതിന് ശേഷം നേടിത്തന്നല്ലോ. അപ്പൊ കുല്ല് തൈക്കീതയാവുള്ളൂ. കാരണം ഈ മായന ആദ്യം തന്നെ ഉണ്ട്. പിന്നെ കുല്ല് ഇവിടെ വന്നത് എന്തിനാണ്? തൈക്കീതിനാണ്. കായില് പറഞ്ഞത് തൈസീസാവൂന്നല്ലേ? ബൽ തൈക്കീതൻ, തൈക്കീതയാവുകയുള്ളൂ. അപ്പൊ എന്താ ഇപ്പൊ പറഞ്ഞത്? കായില് പറഞ്ഞത് ലം യക്കും ഇൻസാനും കുല്ലു ഫർദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യാനാണ്. ലം യക്കും കുല്ലു ഇൻസാനോ ജുംലത്തുൽ അഫ്റാദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യാനാണ്. കാരണം കുല്ലു ഫർദ് ഇവിടെ വെച്ചാൽ തൈക്കീതാകും. അതുകൊണ്ട് ജുംലത്തുൽ അഫ്റാദ് ആക്കണം. അതിന് മുസന്നിഫ് കൊടുന്ന മന്നെന്താണ്? ജുംലത്തുൽ അഫ്റാദ് ആക്കിയാലും തൈക്കീതാവും. കാരണം ഈ മായനയും ആദ്യമുണ്ട്. കാരണം അന്ന ഹാദൽ മായന, ഈ മായന ജുംലത്തുൽ അഫ്റാദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യുന്നത്. കാന ഹാസിലൻ, അത് ഹാസിലായിരുന്നു ബിദൂനിഹി, കുല്ലിനെ കൂടാതെ. അപ്പോൾ എന്തായി? കായില് പറഞ്ഞ പോലെ
ഇൻസാനിൽ ലം യക്കും കൊല്ലു ഫർദിനത്തൊട്ട് ഹുക്കുമ നഫിയും. ഇൻസാനിൽ ലം യക്കും അല്ല, ലം യക്കും ഇൻസാനും, അത് മാറിപ്പോയതാണ്. ഇപ്പോൾ കായിൽ പറഞ്ഞത് ഈ രണ്ടാം സൂറത്തിൽ ലം യക്കും ഇൻസാനുൻ കുല്ലു ഫർദിനത്തൊട്ട് ഹുക്കുമനെ നഫി. ലം യക്കും കൊല്ലു ഇൻസാനോ ജുംലത്തുൽ അഫ്റാദിനത്തൊട്ടും, അപ്പോൾ തൈസീസ് ആവുകയുള്ളൂ എന്നാണ് മുസന്നിഫ് പറഞ്ഞത്. ജുംലത്തുൽ അഫ്റാദിനത്തൊട്ട് ഹുക്മിനെ നഫി ചെയ്യലിനെയാണ് കൊല്ലു കടന്നതിൻ്റെ ശേഷം അഥവാ ലം യക്കും കൊല്ലു ഇൻസാന് എന്ന ലഫ്ള് അറിയിക്കുന്നതെങ്കിൽ അപ്പോഴും തൈക്കീത് തന്നെ ആവുകയുള്ളൂ. കാരണം ഈ മാന മുമ്പേ ഉണ്ട് എന്നാണ്. മുമ്പുള്ളത് ഇൽത്തിസാമിയ ദലാലത്ത് കൊണ്ടാണ്, മറ്റത് നേരമാന കുല്ലു ഫർദിനത്തൊട്ട് ഹുക്മിനെ നഫി ചെയ്യലാണ്, അത് മുത്താബക്കിയായ ദലാലത്ത് കൊണ്ടും ഇത് ഇൽത്തിസാമിയായ ദലാലത്ത് കൊണ്ടുമാണ് എന്നാണ്. വഹീനൈദി, ആ സമയത്ത്, ഏത് സമയത്ത്, അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അതായത് കൊല്ലുകൂടാതെ തന്നെ ജുംലത്തുൽ അഫ്റാദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യൽ ആദ്യമേ ഉണ്ടല്ലോ. ഈ മാന കൊല്ലുകൂടാതെ തന്നെ ഉണ്ടായ സമയത്ത് വഹീനൈദിൻ അങ്ങനെ വരുമ്പോൾ, അതായത് ജുംലത്തുൽ അഫ്റാദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യൽ കൊല്ലിനെ കൂടാതെ തന്നെ ഉണ്ടായ നേരത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? കാരണം ഈ മാന വെച്ചപ്പോൾ തെക്കീതാവുമല്ലോ, തെക്കീതല്ലേ ആവുള്ളൂ. അപ്പോൾ നമ്മൾ എന്തായി? കുല്ല് കടന്നതിന് ശേഷം കുല്ല് ഫർദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യൽ ആ മാന വെച്ചു. ഫലോ ജഅൽനാ, നമ്മൾ ആക്കുകയാണെങ്കിൽ ലം യക്കും കുല്ലു ഇൻസാനിൻ, ലം യക്കും കുല്ലു ഇൻസാനിൻ എന്ന ലഫ്ദിനെ, എന്ന തർക്കീബിനെ നമ്മൾ ആക്കുകയാണെങ്കിൽ ഉമൂമുസ്സൽബിനാക്കുകയാണെങ്കിൽ മിസില ലം യക്കും ഇൻസാനുൻ, ലം യക്കും ഇൻസാനും പോലെ അത് ഉമൂമുസ്സൽബിനാണ് എന്നതുപോലെ അതേ മാന തന്നെ ലം യക്കും കുല്ലു ഇൻസാനിൻ, കുല്ല് കടന്നതിൻ്റെ ശേഷവും നാം അങ്ങോട്ട് കൊടുത്താൽ ലം യൽസം തർജീഹു തൈക്കീദി, തൈക്കീദിനെ റാജിഹാക്കൽ അവിടെ വരുന്നില്ല, ലാസിമാകുന്നില്ല തഅ്സീസിനേക്കാൾ. കാരണം എന്താണ്? കാരണം തൈക്കിനൊരു റാജിഹാക്കൽ വരില്ല. കാരണം ഇത് ലാ തഅ്സീസ് അസ്ലൻ, ഇവിടെ തീരെ തഅ്സീസില്ല. കാരണം ലം യക്കും ഇൻസാന് എന്നുള്ളിടത്ത് രണ്ട് മായനയുണ്ട്. ഏത് മായന വെച്ചാലും ഇവിടെ തൈക്കീദേ ആവുള്ളൂ. കാരണം കുല്ല് ഫർദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യലിന് അത് ഇഫാദത്ത് ചെയ്യലുണ്ട് കുല്ല് കിടക്കണക്കായി മുമ്പ്. കുല്ല് ഫർദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യലിനെ രാസിമാക്കുന്നോടത്തെ, കുല്ല് ഫർദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യുന്നോടത്തൊക്കെ ഏതുണ്ട്? ജുംലത്തുൽ അഫ്റാദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യലുമുണ്ട്. പക്ഷേ ഒന്ന് മുത്താബക്കിയായ ദലാലത്താണ്, ഒന്ന് ഇൽത്തിസാമിയായ ദലാലത്താണെന്ന് മാത്രം. ദലാലത്ത് വ്യത്യാസമായി. അപ്പോൾ കുല്ല് കടന്നിട്ട് ഏത് മായന വെച്ചാലും ജുംലത്തുൽ അഫ്റാദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യലാക്കിയാലും കുല്ല് ഫർദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യലാക്കിയാലും രണ്ട് മാന നമ്മൾ അവിടെ നൽകുകയാണെങ്കിലും കുല്ലെന്തേ ആവുള്ളൂ? തൈക്കീദേ ആവുള്ളൂ. കാരണം ഈ രണ്ട് മായനയും ആദ്യം ഉള്ളതാണ്. അപ്പൊ തൈസീസ് ഇവിടെ ഇല്ല. മുമ്പില്ലാത്തൊരു മായനയെ ഇവിടെ കുല്ല് നേടിത്തരുന്നില്ല എന്ന് ചുരുക്കം. പിന്നെ എന്ത് വരുന്നു? ബൽ ഇന്നമാ യൽസമു, അവിടെ ലാസിമായി വരുന്നത് തെർജീഹു അഹദി തൈക്കീദൈനി, രണ്ട് തൈക്കീദിൽ നിന്ന് ഒന്നിനെ റാജിഹാക്കലാണ് അലല്ലാഹരി മറ്റേതിനേക്കാൾ. ഒരു തൈക്കീദ് എന്താണ്? കുല്ല് ഫർദിനെ തൊട്ട് ഹുക്മിനെ നഫി. മറ്റേ തൈക്കീദ് എന്താണ്? ജുംലത്തുൽ അഫ്റാദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യൽ. രണ്ട് മാനയും ഉണ്ടല്ലോ. അപ്പൊ ജുംലത്തുൽ അഫ്റാദ് വെച്ചാൽ അതും തൈക്കീദ്, കുല്ല് കടന്നതിന് ശേഷം ആ മാന വെക്കുകയാണെങ്കിൽ അതും ആദ്യമുള്ള മായനയാണ്, അപ്പോൾ തൈക്കീദാവും. കുല്ല് കടന്നതിന് ശേഷം കുല്ല് ഫർദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യലാണ് നമ്മൾ ആക്കുന്നത്. ആദ്യമേ ഉള്ള മായന തന്നെ, ആദ്യം ഉള്ളതിനെ മുത്താബക്കിയ ദലാലത്തുണ്ട് അറിയിക്കുന്ന മായന, അപ്പോഴും തൈക്കീദേ ആവുകയുള്ളൂ. അപ്പോൾ രണ്ടാലൊരു മായന വെച്ചാൽ, ഇപ്പോൾ കായിൽ പറഞ്ഞ മാതിരി ഒഴിവാക്കണം എന്ന് പറഞ്ഞ മായന, ഒഴിവാക്കേണ്ട മായന ഏതായിരുന്നു? കുല്ല് ഫർദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യേണ്ടത്. കാരണം അത് വെച്ചാൽ തൈക്കീദാവൂന്നാണ് പറഞ്ഞത്.
പക്ഷെ അത് വെച്ചാലും തൈക്കീതാവും, മറ്റേത് വെച്ചാലും തൈക്കീതാവും. ഇവിടെ കുല്ല് ഒരു പുതിയ മാനയെ നേടിത്തരുന്നില്ല എന്നാണ്. അപ്പൊ പിന്നെ അവിടെ ഈ കായിലിന്റെ ഭാഗത്തിൽ ചോദ്യമുണ്ട്. എന്താണ് ചോദ്യം? ലമ്യക്കും ഇൻസാനില് കൊല്ലു ഫർദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യല് മുത്താബക്കിയ ദലാലത്തോണ്ട് കിട്ടുന്നതാണ്. ജുംലത്തുൽ അഫ്റാദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യല് ഇൽത്തിസാമിയായ ദലാലത്തോണ്ടും കിട്ടിയതാണ്. അപ്പോ കുല്ല് കടന്നതിന് ശേഷം ജുംലത്തുൽ അഫ്റാദ് വെച്ചാൽ ആദ്യമേ ഉള്ള മാനയെ അല്ല ഇവിടെ കുല്ല് കടന്നതിന് ശേഷം കിട്ടുന്നത്. ആദ്യത്തെ മാന ജുംലത്തുൽ അഫ്റാദിനെ തൊട്ട് ഹുക്മിനെ നഫി അത് ഇൽത്തിസാമിയ ദലാലത്ത് കൊണ്ട് ലഭിച്ചതാണ്. കുല്ല് കടന്നതിന്റെ ശേഷം അതേ മാന തന്നെ വെക്കുകയാണെങ്കിലും കുല്ല് എന്താവും? തൈക്കീതാവൂല, തൈസീസേ ആവുകയുള്ളൂ. അതുകൊണ്ട് ലമ്യക്കും കുല്ലു ഇൻസാനില് ജുംലത്തുൽ അഫ്റാദ് എന്ന മാന നാം നൽകുകയാണെങ്കിൽ അത് തൈക്കീതാവൂല, തൈസീസേ ആവുകയുള്ളൂ. ഈ മാന മുമ്പുണ്ടായിരുന്നത് വേറെ ദലാലത്ത് കൊണ്ടാണ്, ഇപ്പോൾ നേടിത്തരുന്നത് മുത്താബക്കിയായ ദലാലത്ത് കൊണ്ടാണ്. ദലാലത്ത് വ്യത്യാസമുണ്ട് എന്നാണ് അവരുടെ വാദം. കായിലിന്റെ ഭാഗത്തിൽ നിന്നുള്ള വാദം. അതിനെപ്പറ്റിയാ പറയുന്നത്. ഉമായുക്കാലോ പറയപ്പെട്ട ഒന്ന് അന്ന ദലാലത്ത ലമ്യക്കും ഇൻസാനും. ലമ്യക്കും ഇൻസാനുൻ എന്നത് അറിയിക്കൽ. അലൻ നഫി അനിൽ ജുംലത്തി, ജുംലനെ തൊട്ട് നഫിയുടെ മേൽ അറിയിക്കൽ. ബി തരീഖിൽ ഇൽത്തിസാമി, അത് ഇൽത്തിസാമിന്റെ തരീഖിലൂടെയാണ്. അത് മുത്താബക്കിയായ മാനയല്ല. മുത്താബക്കിയായ മാന എന്താണ്? ആരും നിന്നിട്ടില്ല എന്നതാണ്. കുല്ലു ഫർദിനെ തൊട്ടാണ് ഹുക്മനെ നഫി. ജുംലത്തുൽ അഫ്റാദിന്റെ മേൽ ലമ്യക്കും ഇൻസാനുൻ അറിയിക്കൽ അത് ഇൽത്തിസാമിയായ തരീഖിലൂടെയാണ്. വദലാലത്തു ലമ്യക്കും കുല്ലു ഇൻസാനിൻ, കായിൽ പറഞ്ഞതുപോലെ ലമ്യക്കും കുല്ലു ഇൻസാൻ അറിയിക്കലോ അലൈഹി ആ ജുംലനെ തൊട്ടുള്ള നഫിന്റെ മേൽ അറിയിക്കല് ബി തരീഖിൽ മുത്താബക്കത്തി, മുത്താബക്കത്തിന്റെ തരീഖിലൂടെയാണ്. അപ്പോൾ ലമ്യക്കും കുല്ലു ഇൻസാനിൻ എന്നത് ജുംലനെ തൊട്ട് നഫിന്റെ മേൽ അറിയിച്ചാൽ ആ അറിയിപ്പ് മുത്താബക്കത്തിന്റെ തരീഖിലൂടെ ആയതുകൊണ്ട് ഇതേ മാന മുമ്പുണ്ടായിരുന്നു എങ്കിലും കുല്ല് ഇവിടെ തൈസീസേ ആവുകയുള്ളൂ. കാരണം കുല്ല് ഇവിടെ തൈക്കീത് ആവാൻ വകുപ്പില്ല. കാരണം എന്താണ്? ഈ മാന ആദ്യം ഉണ്ടെങ്കിലും അത് വേറെ ദലാലത്ത് കൊണ്ടാണ്. ഇപ്പോൾ അറിയിക്കുന്നത് മുത്താബക്കിയായ ദലാലത്ത് കൊണ്ടുമാണ്. ഫലായക്കൂനു തൈക്കീദൻ, അതുകൊണ്ട് ഈ മാന വെച്ചാൽ തൈക്കീതാവൂല, പിന്നെന്താവുള്ളൂ? തൈസീസേ ആവുള്ളൂ എന്ന മായുക്കാലു ഫഫീഹി നദറുൻ, അതിൽ നദറുണ്ട് എന്നാണ്. കാരണം ഇത് ലവിസ്തുരിത ഫി തൈക്കീദി, തൈക്കീദിൽ ഷർത്താക്കപ്പെടുകയാണെങ്കിൽ. എന്തിനു ഷർത്താക്കി? ഇത്തിഹാദുദ്ദലാലത്തൈനി, രണ്ട് ദലാലത്തും ഒന്നാമലിനെ ഷർത്താക്കുകയാണെങ്കിൽ. ഇനി പഴയ സ്ഥലത്തിലേക്ക് മടങ്ങുകയാണ്. തൈക്കീദാകണമെങ്കിൽ അതായത് കുല്ല് തൈക്കീദാകണമെങ്കിൽ ആ കുല്ല് കടക്കുന്നതിൻ്റെ മുമ്പുള്ള മായന, ആ മായനയെ ഏതൊരു ദലാലത്ത് കൊണ്ടാണോ കിട്ടിയത് അതേ ദലാലത്ത് കൊണ്ട് തന്നെ കുല്ല് കടന്നതിൻ്റെ ശേഷവും കിട്ടണം. എന്നാലേ തൈക്കീദാവുകയുള്ളൂ എന്ന വാദം. ഇത് ലൗസ്തുരിത ഫി തൈക്കീദി, തൈക്കീദിൽ ഷർത്താക്കപ്പെടുകയാണെങ്കിൽ ഇത്തിഹാദു ദലാലത്തൈനി, രണ്ട് ദലാലത്തും ഒന്നാവൽ ഷർത്താക്കുകയാണെങ്കിൽ ലംയക്കും കുല്ലു ഇൻസാനിൻ ലംയക്കും, കുല്ലു ഇൻസാനിൻ ലംയക്കും എന്നതാവൂല. അതേതാണ്? കുല്ലുകൊണ്ട് സൂറ് കൊടുക്കപ്പെട്ട മുസ്നദിലെ മുന്തിയത്. അത് അവിടെ കായിൽ പറഞ്ഞ എന്താണ്? കുല്ലു ഇൻസാനിൻ ലംയക്കും സൽബുൽ ഉമൂമിന, ഉമൂമു സൽബിനാണെന്നാണ് പറഞ്ഞത്. കുല്ലു ഫർദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യാനാണ് അല്ലേ? കുല്ലു ഇൻസാനിൻ ലംയക്കും എന്താണ്? ഉമൂമു സൽബിനാണ്. അവിടെ സൽബുൽ ഉമൂമിനെ വെക്കുകയാണെങ്കിലും എന്താവൂല? തൈക്കീദാവൂല എന്നാ പറയാൻ പോണത്. അപ്പോൾ ഇത് ലൗസ്തുരിത ഫി തൈക്കീദി, തൈക്കീദിൽ ഷർത്താക്കപ്പെട്ടാൽ ഇത്തിഹാദുദ്ദലാലത്തൈനി, രണ്ട് ദലാലത്തും ഒന്നാവല് എന്ന് പറഞ്ഞാൽ
കുല്ല് തൈക്കീതാകണമെങ്കിൽ കുല്ലിന്റെ മുമ്പുള്ള മായന ഏതൊരു ദലാലത്ത് കൊണ്ടാണോ നേടിത്തുന്നത്, കുല്ല് കടന്നതിന്റെ ശേഷവും ആ മായന അതേ ദലാലത്ത് കൊണ്ടാവണം. എന്നാലേ കുല്ല് തൈക്കീതാവുകയുള്ളൂ എന്ന് ഷർത്താക്കുകയാണെങ്കിൽ ലം യക്കുൻ കുല്ലു ഇൻസാനിൻ ലം യക്കും കുല്ലു ഇൻസാനിൻ ലം യക്കും കുല്ലു ഇൻസാനിൻ ലം യക്കും എന്നതാവുകയില്ല. അലാ തഖ്ദീരി കൗനിഹി, അത് ആവൽ എന്ന സങ്കല്പപ്രകാരം ലി നഫിയുൽ ഹുക്മി അനിൽ ജുംലത്തി, ജുംലനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യലിന് ആവൽ എന്ന സങ്കല്പപ്രകാരം തൈക്കീതാവുകയില്ല. തൈക്കീതാകും എന്നാണ് ആര് പറഞ്ഞത്? ഖായിൽ പറഞ്ഞത്. കാരണം കുല്ലു ഇൻസാനിൻ ലം യക്കും അല്ലേ, അവിടെ കുല്ല് കിടക്കുന്നതിന് മുമ്പ് ഇൻസാനിൻ ലം യക്കും, അത് സാലിബ മുഹമ്മദയാണ്. ജുംലത്തുൽ അഫ്രാദിനെ തൊട്ടാണ് ഹുക്മിനെ നഫി ചെയ്യുന്നത്. കുല്ല് കടന്നാൽ ആ മാന പറ്റൂല, തൈക്കീത് ആവൂന്നാണല്ലോ. പക്ഷെ ആ മാന വെച്ചാലും തൈക്കീതാവൂല. കാരണം ആ മാന എന്താണ്? ഏത് മാന? ആ ജുംലത്തുൽ അഫ്രാദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യലിന് ആവല് കുല്ലു ഇൻസാനിൽ ലം യക്കും എന്നതിന് ആ മാന നമ്മൾ വെച്ചു. ജുംലത്തുൽ അഫ്രാദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യലിന് നമ്മളാക്കി. ആ മാന വെച്ചാൽ തൈക്കീതാവൂല. അതാണ് ഇത്. തൈക്കീദിൽ ഷർത്താക്കപ്പെടുകയാണെങ്കിൽ ഇത്തിഹാദു ദലാലത്തൈനി, രണ്ട് ദലാലത്തും ഒന്നാവൽ ഷർത്താക്കുകയാണെങ്കിൽ ലം യക്കുൻ കുല്ലു ഇൻസാനിൻ ലം യക്കും കുല്ലു ഇൻസാനിൻ ലം യക്കും എന്നത് ആകൂല. അലാ തഖ്ദീരി കൗനിഹി നഫീൽ ഹുക്മി അനിൽ ജുംലത്തി, ജുംലനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യലിന് ആവല്ലെന്ന സങ്കല്പപ്രകാരം തൈക്കീതാവുകയില്ല. കാരണം ലി അന്ന ദലാലത്തെ ഇൻസാനുൻ ലം യക്കും ഇൻസാനുൻ ലം യക്കും എന്നത് അറിയിക്കൽ കുല്ലില്ലാതെ അലാഹാദൽ മഅന, ഈ മഅനയുടെ മേൽ അറിയിക്കൽ, ഏത് ജുംലനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യലിന് മേൽ അറിയിക്കൽ ബിതരീഖിൽ ഇൽതിസാമി, ഇൽതിസാമിന്റെ തരീഖിലൂടെയാണ്. അവിടെ ഖായിൽ പറഞ്ഞത് എന്താണ്? ലം യക്കും ഇൻസാനും എന്നത് ഇൻസാനും ലം യക്കും എന്നത് ജുംലത്തുൽ അഫ്രാദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യലിന് മേൽ അറിയിക്കും. കുല്ല് കടന്നിട്ട് ആ ജുംലത്തുൽ അഫ്രാദിനെ തൊട്ട് നഫിയെ ഉദ്ദേശിക്കുകയാണെങ്കിൽ തൈക്കീതാവൂല. അപ്പൊ മുസന്നിഫ് പറയുന്നു തൈക്കീതാവൂല. കാരണം രണ്ട് ദലാലത്തല്ലേ. കാരണം ഇൻസാനുൽ ലം യക്കും എന്നത് ജുംലത്തുൽ അഫ്രാദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യലിന് മേൽ അറിയിക്കൽ, അത് ഇൽത്തിസാമിയ മാനയാണ്, അത് മുത്താബക്കിയ മാനയല്ല. അപ്പൊ കുല്ല് കടന്നിട്ട് അതേ മാന തന്നെ വെച്ചുകൂടെ? ദലാലത്ത് മാറിയിട്ടുണ്ടല്ലോ. നിങ്ങൾ പറഞ്ഞത് കുല്ല് കടന്നതിന് ശേഷം ജുംലത്തുൽ അഫ്രാദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യലിനാക്കിയാൽ തൈക്കീതാകും എന്നല്ലേ? അവിടെ ദലാലത്ത് രണ്ടും രണ്ടായത് എന്തുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല? അവിടെ എന്താ ന്യായീകരിക്കാത്തത് എന്നാ ചോദ്യം. അപ്പൊ പിന്നെ അവിടെ മുത്താബക്കിയ മാന ഏതാണ്? ഇൻസാനുൽ ലം യക്കുന്നതിലെ മുത്താബക്കിയായ മാന ഇവിടെ ദസൂഖിയിൽ 437 പേജിൽ പറഞ്ഞിട്ടുണ്ട്. ജഅന്ന മദലൂലഹുൽ മുത്താബഖിയു സുബൂത്തുൻ നഫി അൻ ഇൻസാനിമ്മ. എന്താ? ഏതോ ഒരു ഇൻസാനിനെ തൊട്ട് നഫിനെ സുബൂത്താക്കലാണ് എന്നാ. അപ്പോൾ അതിന്റെ മുത്താബക്കിയാമാന ഇൻസാനിൽ ലം യക്കും എന്നതിനെ മുത്താബക്കിയാമാന ഏതോ ഒരു ഇൻസാൻ നിന്നിട്ടില്ല, അതിന് ലാസിമാണ് ഇൻസാൻ നിന്നിട്ടില്ല എന്ന മൊത്തത്തിൽ നഫി ചെയ്യല്. ജുംലത്തുൽ അഫ്രാദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യല് ഏതോ ഒരു ഇൻസാൻ നിന്നിട്ടില്ല എന്നതാണ് മുത്താബക്കിയ മാന. അതിന് ലാസിമായി വരുന്ന മാനയാണ് ഏത്? ജുംലത്തുൽ അഫ്രാദിനെ തൊട്ട് ഹുക്മിനെ നഫി. എന്നിട്ട് കുല്ല് കടന്നിട്ട് ആ ജുംലത്തുൽ അഫ്രാദ് വെച്ചാൽ എങ്ങനെ തൈക്കീതാകും? കാരണം ഇപ്പോൾ കിട്ടിയത് മുത്താബക്കിയ ദലാലത്തുണ്ട്. അതായത് കുല്ല് കടന്നിട്ട് കുല്ലു ഇൻസാനിൻ ലം യക്കും അങ്ങനെ വെക്കുകയാണെങ്കിൽ, ജുംലത്തുൽ അഫ്രാദ് ആദ്യത്തെ മാന തന്നെ വെക്കുകയാണെങ്കിൽ എങ്ങനെ തൈക്കീതാകും? കാരണം ഇത് മുത്താബക്കിയ ദലാലത്തുകൊണ്ട് കിട്ടിയതല്ലേ, മറ്റത് ഇൽത്തിസാമിയ ദലാലത്താണല്ലോ. അപ്പോൾ ഇൽത്തിസാമിയ ദലാലത്തുകൊണ്ട് കിട്ടിയതായൊരു മാന കുല്ല് കടന്നതിന് ശേഷവും വെച്ചാൽ എങ്ങനെ തൈക്കീതാകും എന്ന് മുസന്നിഫ് മറിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ എന്തായി? മുസന്നിഫിന്റെ ഈ മൻഅ് ഇവിടെ സാബിത്തായി. എന്ത്
സാലിബ രണ്ടാമത്തെ സ്ഥലത്തെ ലം യക്കും ഇൻസാനുൻ ലം യക്കും കുല്ലു ഇൻസാനി. ലം യക്കും ഇൻസാനുൻ എന്നുള്ളത് കുല്ലു ഫർദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യലാണ്. അപ്പൊ കായിൽ അവിടെ പറഞ്ഞത് ലം യക്കും കുല്ലു ഇൻസാനിൻ ജുംലത്തുൽ അഫ്റാദിനെ തൊട്ടാണ്. എന്നാലുള്ളൂ എന്ത് കുല്ലു തൈസീസാവുകയുള്ളൂ എന്നാണ്. അതിന് മുസന്നിഫ് പറഞ്ഞത് ലം യക്കും ഇൻസാനുൻ എന്നത് സാലിബ കുല്ലിയാണ്. പക്ഷേ സാലിബ കുല്ലിയിൽ ഏത് ദാഖിലാണ്? അത് എന്തിനെ ലാസിമാക്കും? ജുംലത്തുൽ അഫ്റാദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യൽ ലാസിമാക്കും. അതുകൊണ്ട് ലം യക്കും കുല്ലു ഇൻസാനിൻ എന്ന് പറഞ്ഞുകൊടുത്ത് ഏത് വായന വെച്ചാലും എന്താവുള്ളൂ? തൈക്കീദ് ആവുകയുള്ളൂ. തൈസീസാകാൻ വകുപ്പില്ല. അതുകൊണ്ട് കുല്ലു ഫർദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യലിനെ വെച്ചാൽ അത് തൈക്കീദാവുകയില്ല, തൈസീസേ ആവുകയുള്ളൂ. ജുംലത്തുൽ അഫ്റാദ് വെച്ചാലും തൈക്കീദേ ആവുകയുള്ളൂ എന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.